മൂവാറ്റുപുഴ സ്വദേശിയായിട്ടുള്ള PM സ്കറിയയും KP സാറാമ്മയുമാണ് മകനായ ബിനോയിയുടെ വിവാഹത്തിനായി നീക്കിവെച്ചിരുന്ന 5,80,000 രൂപ ആലപ്പുഴ സ്വദേശിയായുള്ള സുരേന്ദ്രനും കുടുംബത്തിനും വീട് വെച്ച് നൽകാൻ സഹായിച്ചത്. ഇവരാണ് ബിനോയും അതുപോലെ ചിന്നു രജിസ്റ്റർ മാരേജ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് അവരുടെ വിവാഹം നടത്തി മാതൃകയായ രണ്ടുപേരാണ്. അത് ഈ വിവാഹ ദിവസം തന്നെ ഇത് കൈമാറാനുള്ളതിലാണ് ഞങ്ങൾ ഏറ്റവും സന്തോഷം. അങ്ങനെയാണോ വീട് തന്നെ? നമസ്കാരം. മകൻ്റെ വിവാഹാഘോഷത്തിനായി മാറ്റിവെച്ചിരുന്ന 5,80,000 രൂപ നിർധന കുടുംബത്തിന് വീട് വെച്ച് നൽകി മാതൃകയായിരിക്കുകയാണ് ഒരു അധ്യാപക ദമ്പതികൾ. മൂവാറ്റുപുഴ സ്വദേശിയായിട്ടുള്ള PM സ്കറിയയും KP സാറാമ്മയുമാണ് മകനായ ബിനോയിയുടെ വിവാഹത്തിനായി നീക്കിവെച്ചിരുന്ന 5,80,000 രൂപ ആലപ്പുഴ സ്വദേശിയായുള്ള സുരേന്ദ്രനും കുടുംബത്തിനും വീട് വെച്ച് നൽകാൻ സഹായിച്ചത്. സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള ഡോക്ടർ MS സുനിലിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ വീട് വെച്ച് നൽകിയത്. ഡോക്ടർ MS സുനിലിനെ ബന്ധപ്പെട്ട് അർഹതപ്പെട്ട ആളുകളെ കണ്ടുപിടിച്ചിട്ട് അവരിലൊരാളെ സെലക്ട് ചെയ്ത് അവർക്ക് വീട് വെച്ച് നൽകണമെന്നായിരുന്നു സ്കറിയയും ഭാര്യ സാറാമ്മയും പറഞ്ഞത്. അങ്ങനെ മകനായ ബിനോയുടെ ചിന്നുവിൻ്റെ വിവാഹ ദിവസത്തിൽ തന്നെ ആ മംഗളകർമ്മം നടന്നു. സുരേന്ദ്രനും കുടുംബത്തിനും ആ വീടിൻ്റെ താക്കോൽ കൈമാറുകയും ചെയ്തു. സുരേന്ദ്രൻ ഒരു രോഗിയാണ്. സുരേന്ദ്രൻ്റെ ഭാര്യ സുഭാഷിണിയും സ്കൂൾ വിദ്യാർത്ഥിയായ മകനും വയോധികയുമായ മാതാവും ചോർന്ന് വിളിക്കുന്ന ഒരു ചെറിയ വീട്ടിലായിരുന്നു, ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയ ചെറിയൊരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഇവരെ കണ്ടെത്തി ഡോക്ടർ MS സുനിൽ 3 മാസത്തിനുള്ളിൽ തന്നെ ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കുകയായിരുന്നു. എന്തായാലും ആ അധ്യാപക ദമ്പതികൾ മറുനാടൊപ്പം ചേരുകയാണ്. തീരുമാനം മോൻ്റെ തന്നെയായിരുന്നു. ഫൈനൽ തീരുമാനം ഞങ്ങൾക്ക് വിവാഹത്തോടൊപ്പം തന്നെ പ്രത്യേക ചിലവുകളൊന്നും ഇല്ലാതെ തന്നെ ഇത് നടത്തണമെന്ന് മോൻ ആഗ്രഹിച്ചു. അത് ഞങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് മാത്രം. എവിടെ വെച്ചായിരുന്നു വിവാഹമൊക്കെ നടത്തിയത്? വിവാഹം നടത്തിയത് മറ്റേ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചാണ് നടത്തിയത്. അവർ 2 ദിവസത്തെ അവധിക്ക് ഇവിടെ വന്നു. പിറ്റേ ദിവസം തന്നെ ആ ചടങ്ങ് നടത്തി. അവിടെ വെച്ച് തന്നെ ആ ചടങ്ങ് പൂർത്തിയാക്കി വീട്ടിൽ വന്നു. അപ്പോൾ തന്നെ ടീച്ചർ അവിടെ MS സുനിൽ ടീച്ചർ അവിടെ എത്തുകയും 4 മണിയായപ്പോൾ അവിടെ ആ ചടങ്ങിലെത്താൻ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ എത്തി. മോൻ എത്തിയിരുന്നില്ല, മോന് താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ ചടങ്ങിനോട്. അപ്പോൾ ഇത് അവിടെ വെച്ച് താക്കോൽ കൈമാറാൻ ഒരു സാഹചര്യം ഉണ്ടായി. അത് ഈ വിവാഹ ദിവസം തന്നെ ഇത് കൈമാറാനുള്ളതിലാണ് ഞങ്ങൾ ഏറ്റവും സന്തോഷമായിട്ട് കരുതി ഒരു ചടങ്ങായിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയത്. ആ ചടങ്ങ് മനോഹരമാവുകയും ചെയ്തു. അതായിരുന്നു അത് നിർധന കുടുംബം ആയതുകൊണ്ട് തന്നെ ഇരട്ടി മധുരമായിട്ട് മാറി. അത് തിരഞ്ഞെടുത്തത് ടീച്ചർ തന്നെയാണ്. വീടിൻ്റെ പണിയൊക്കെ ആരായിരുന്നു? പണി ടീച്ചർ തന്നെയാണ് ചെയ്തത്. ഞങ്ങളൊന്നും അറിഞ്ഞില്ല. ഈ തുക കൈമാറിയത് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും അവിടെ നടന്നിട്ടില്ല. ഈ വിവാഹം ആർഭാടപൂർവ്വം നടത്തണമെന്നൊക്കെ ബന്ധുക്കളുമൊക്കെ ആഗ്രഹിച്ചിരുന്നില്ലേ? അമ്മയ്ക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് അങ്ങനെ വലിയ ആർഭാടമല്ല, ചെറിയ തോതിലൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇപ്പം ആദ്യത്തെ മോൻ്റെ ശരിക്കും മൂത്ത മോൻ്റെ ശരിക്കും അത്യാവശ്യം ആർഭാടത്തിൽ നടത്തി. അപ്പോൾ ഈ ഞങ്ങൾ കുറച്ചായിട്ട് ആഗ്രഹിക്കുന്നു എന്തെങ്കിലും ഒരു ഇതുപോലെ ഒരു ചാരിറ്റി ചെയ്തുകൊണ്ട് മക്കളുടെ വിവാഹം നടത്തണമെന്ന് പണ്ട് മുതലേ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. അപ്പോൾ മൂത്തവൻ്റെ അത് കഴിഞ്ഞില്ല. അപ്പോൾ ഇവൻ്റെ ആയപ്പോൾ ഇവൻ സ്വയം ഇങ്ങനെ അങ്ങോട്ട് അവന് ഇതാണ് ആഗ്രഹം എന്നവൻ പറഞ്ഞു. ചെറുതായിട്ട് നടത്തിയാൽ മതി എന്നുള്ള ആഗ്രഹം പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും ഇത് ആ കൂടെ ഇതും ചെയ്തേക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ചെയ്തതാണ്. ഇതറിഞ്ഞപ്പോൾ ബന്ധുക്കളൊക്കെ എന്താ പറഞ്ഞത്? ബന്ധുക്കൾ എല്ലാവരും അങ്ങനെ അവർക്ക് ഈ കാര്യത്തിൽ അവർക്കൊക്കെ ഫുൾ സപ്പോർട്ടാണ്. അങ്ങനെയില്ല അങ്ങനെ താല്പര്യം ആർക്കുമില്ല. ഇതിങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അത് ഇരട്ടി മധുരമായി എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. എല്ലാവരും സന്തോഷമായി. അവരെല്ലാവരും അത് പങ്കെടുത്തിരുന്നു, സഹോദരങ്ങളെല്ലാവരും. അപ്പോൾ അവരുടെ ആ സന്തോഷം അവരെല്ലാവരും ഷെയർ ചെയ്യുകയും ചെയ്തു. ഇതേ ദിവസം തന്നെ നടന്നതിലുള്ള സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായത്. അത് ടീച്ചർ അവരോട് ഞാൻ ആവശ്യപ്പെട്ടു, ഇത് താക്കോൽ കൊടുക്കുന്ന ദിവസം തന്നെ ഇത് പൂർത്തിയാക്കി തരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ടീച്ചർ അത് ചെയ്തു തരികയും ചെയ്തു. അത് മാത്രമേ ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ അങ്ങോട്ട് പോകുക വരെ ചെയ്തില്ല. താക്കോൽ കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് ഞങ്ങൾ പോയുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം ടീച്ചർ തന്നെയാണ് ചെയ്തത്. ബിനോയും ചിന്നു അല്ലേ മരുമകൾ? രണ്ടുപേരും എന്താ ചെയ്യുന്നത്? ബിനോയ് IIT ഹൈദരാബാദിൽ പഠിക്കുകയാണ്. M.Tech കമ്പ്യൂട്ടർ സയൻസ്. അടുത്ത മെയ്യിൽ തീരും.
മെയ് ആണ്ട് ഏപ്രിൽ അവസാനം തീരും, മെയ് ആദ്യം തിരിച്ചു വരും. അതിനു മുമ്പ് തന്നെ ഈ ചടങ്ങ് നടന്നോട്ടെ എന്ന് കഴിഞ്ഞാൽ അവർക്ക് പ്ലേസ്മെൻ്റ് ആയിട്ടുണ്ട്. രണ്ട് മരുമകൾ ചിന്നു ബാംഗ്ലൂർ ഇപ്പോൾ നിലവിൽ കമ്പനി ജോലി ചെയ്യുകയാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ബെൻസ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു ചടങ്ങ് അവിടെ നടത്താൻ തീരുമാനിച്ചത്. കാരണം ഈ ജോലി തീർന്ന് ചെല്ലുമ്പോൾ അവർ ഒന്നിച്ചേ താമസിക്കണമല്ലോ. അപ്പോൾ അതിനു മുമ്പ് ഈ ചടങ്ങ് നടത്തിയേക്കാന്ന് വെച്ചാണ് അവിടെ തന്നെയാണ് ജോലി കിട്ടിയേക്കണം. പ്ലേസ്മെന്റ് ആയേക്കുന്നത് അവിടെ തന്നെയാണ്. ബെൻസിലല്ല, അല്ല ബെൻസിലല്ല, അവള് ബെൻസിൽ വർക്ക് ചെയ്യുന്നു, അവന് കിട്ടിയിരിക്കുന്നു അവിടെ അടുത്ത് തന്നെ ഉള്ള കമ്പനിയിലേക്കാണ്. നല്ല ഇതാണ് കിട്ടിയിരിക്കുന്നത്. ചിന്നു ഈ ഒരു ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും എതിർപ്പ് പറയോ? ചിന്നു ബിനോയും ഒരേ അഭിപ്രായക്കാരാ. എന്ത് കാര്യത്തിനും അവർ രണ്ടുപേരും ഒരേ അഭിപ്രായം തന്നെയാണ്. ചിന്നുവിന്റെ വീട്ടുകാരെന്ത് പറഞ്ഞു? ചിന്നുവിന്റെ വീട്ടുകാർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, അവർക്കും വലിയ താല്പര്യമാണ്. അവർക്ക് ബിനോയോട് ആണെങ്കിലും അറിഞ്ഞപ്പോൾ മുതൽ അവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ പരിചയമാണെന്ന് അറിഞ്ഞപ്പോൾ മുതലേ അവർ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞങ്ങൾക്കും ഇൻട്രസ്റ്റ് കുറവൊന്നുമില്ല, എന്നാലും ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുചേരിയത് അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു എന്ന് മാത്രം, വേറെ ഒന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഈ കാലത്ത് ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാശ് ഇങ്ങനെ ദൂർത്തടിച്ച് കളയുന്നുണ്ട്, അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് എൻ്റെ പക്ഷം. കാരണം അത് അനാവശ്യമാണ്. ധാരാളം ഫുഡ് വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഒരവസ്ഥയാണ് സാധാരണ വിവാഹങ്ങളെല്ലാം. വളരെ ലളിതമായിട്ട് സഹോദരങ്ങളെയും അടുത്തുള്ള ബന്ധുക്കളെയും ഒക്കെ മാത്രം വിളിച്ച് നടത്തുന്നതിനോട് ഞങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. അത് തന്നെയാണ് വിനോയും മറ്റേ പെൺകുട്ടി ചിന്നും ആഗ്രഹിച്ചതും. അതിനോട് അവർ പൂർണ്ണമായി യോജിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അത് ലളിതമാക്കാൻ തീരുമാനിച്ചത്. ആ തുക ഏതെങ്കിലും ഇതുപോലുള്ള ഇത് കൊടുത്താൽ അത് പ്രയോജനപ്പെടുമല്ലോ എന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്തത്. ഇവരാണ് ബിനോയും അതുപോലെ ചിന്നു. രജിസ്റ്റർ മാരേജ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് അവരുടെ വിവാഹം നടത്തി. മാതൃകയായ രണ്ടുപേരാണ്. എന്നിട്ട് അതിൻ്റെ പൈസ കൊണ്ട് ഒരു കുടുംബത്തിന് വീടെന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങൾ കാണിച്ച ഈ നല്ല മനസ്സിന്, പ്രത്യേകിച്ച് നിങ്ങളുടെ പേരൻസും കറിയാൻ സാറിനും അതുപോലെ ടീച്ചറിനും, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് അനുഗ്രഹം നമ്മൾ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ആ വീട്ടുകാരുടെ പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് അങ്ങനത്തെ ഇങ്ങനൊരു ചടങ്ങ് അല്ലെങ്കിൽ ഇതേ രീതിയിൽ നടത്തണമെന്ന് തോന്നാനുള്ള കാരണം? സിമ്പിൾ ചടങ്ങാണ് അതിന് താല്പര്യം. അപ്പോൾ ഒരു ഒപ്പം നല്ലൊരു ചടങ്ങാണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഉപകാരം ഉണ്ടാവുന്ന എന്തെങ്കിലും ഒപ്പം കൂടി ചെയ്യട്ടെ. അത് അത്ര എന്താ പറയുന്നത്, ആർഭാടം പണ്ടേ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു അനുഗ്രഹമുള്ള പരിപാടിയായിരിക്കും. എനിക്കും പണ്ട് തൊട്ടേ അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു വലിയ ആർഭാടത്തിൽ നടത്തുന്നത്. ഇപ്പോൾ ഇതാണ് സന്തോഷം. ഓക്കെ, സന്തോഷം. അപ്പോൾ അത് മറ്റ് നിങ്ങളെപ്പോലുള്ള കുട്ടികൾ, അതായത് ഇതുപോലെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒത്തിരി ആർഭാടമായിട്ടാണല്ലോ നമ്മളിപ്പോൾ കുട്ടികൾ സേവ് ദ ഡേറ്റ് തൊട്ട് എല്ലാ പ്രോഗ്രാമുകളും അല്ലെങ്കിൽ എല്ലാം വളരെയേറെ ചിലവുകൾ വരുത്തി വെച്ചിട്ട് ചെയ്യുന്ന ചടങ്ങുകളാണ്. അപ്പം അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ഇതുപോലുള്ള കുട്ടികളോട് പറയാനുള്ള എന്തെങ്കിലും മെസ്സേജ്, നിങ്ങൾ തന്നെ മെസ്സേജെങ്കിലും എന്തെങ്കിലും പറയാൻ? അത് ആൾക്കാരുടെ ഒരു ഇൻഡിവിജ്വൽ ചോയ്സാണ്. അവർക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യട്ടെ, ഇല്ല എങ്കിൽ പാരൻസിനെ നിർബന്ധിക്കാതെ പറ്റുന്ന രീതിയിൽ ചെയ്യാം. ഒരു ചാരിറ്റി എപ്പോഴും ഒരു നല്ല കാര്യമാണ്. ഓക്കെ, അപ്പം രണ്ടുപേർക്കും എല്ലാ നന്മകളും ഈശ്വരൻ. സാമൂഹിക പ്രവർത്തകയായ ഡോക്ടർ MS സുനിൽ മറുനാടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. എങ്ങനെയാണ് ഈ സുരേന്ദ്രന് വീട് നിർമ്മിച്ച് നൽകാനിടയായ സാഹചര്യമെന്ന് വ്യക്തമാക്കും. നമ്മൾ നമുക്കൊരു ഏറ്റവും ജെന്യുവിനായിട്ടുള്ള കാൻഡിഡേറ്റ്സ്, അപ്പോൾ ഈ പുള്ളിക്ക് ആ ഭാഗത്ത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ കുറേ പേരെ അവിടുന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു, ഓരോരുത്തരെയും കാണാൻ പോയി. പക്ഷെ ഏറ്റവും ജെന്യുവിൻ ഇവരാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നേരിട്ട് പോയി കണ്ട് ഐഡന്റിഫൈ ചെയ്യുമായിരുന്നു. അപ്പോൾ സാറാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ടീച്ചറൊന്ന് ബന്ധപ്പെട്ട് നോക്കാം, അവർ ജെന്യുവിനാണ് നമുക്ക്
ചെയ്യാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും മൂവാറ്റുപുഴ ഏറിയ എന്നുള്ള രീതിയിലായിരുന്നു. എന്ന് വെച്ചാൽ പുള്ളിക്ക് വരാനുള്ള സൗകര്യവും. ഞാൻ ചാരിറ്റിയുടെ പാർട്ടാണ്. ഞാൻ നേരിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ സൂപ്പർവിഷനും, നമ്മൾ സാധനം മേടിക്കുന്നതും, നമ്മുടെ പടികാരെ നിർത്തുക. എൻ്റെ 347ാമത്തെ വീടായത്. നമ്മൾ നേരിട്ട് തന്നെയാണ് കുറ്റി അടിക്കുന്നത് തൊട്ട് സാധനം മേടിക്കുന്നതും ആൾക്കാരെ നിർത്തുന്നതും പണിയിപ്പിക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം, എവരിത്തിങ്. അപ്പം അതിനോടകം അന്നേരം നമ്മൾ പല പ്രാവശ്യം അവിടെ പത്തനംതിട്ടയിൽ നിന്ന് അവിടെ വരേണ്ടി വരും. നമ്മുടെ പണിക്കാരെ പത്തനംതിട്ടയിൽ നിന്ന് അവിടെ കൊണ്ടുവന്നു, അവരുടെ സാധനങ്ങളും കൊണ്ടുവന്നു, അവരെ അവിടെ സ്റ്റേ ചെയ്യിപ്പിച്ചാണ് പഠിപ്പിച്ചത്. അവരുടെ ഒരു ആഗ്രഹമായിരുന്നു. അവർക്ക് പബ്ലിസിറ്റി വേണ്ടെന്നുള്ളതും ഉണ്ടായിരുന്നു കേട്ടോ. ആരും അറിയണ്ട കാര്യം, എല്ലാവരും കൂടെ പിന്നെ അവരെ ശല്യം ചെയ്യുമല്ലോ. ഈ ആവശ്യമുള്ളൊരു ആവശ്യമില്ലാത്തൊരു എല്ലാം ഞങ്ങളെ സഹായിക്കാവോ, പിന്നെ ബന്ധുക്കൾ കുറ്റം പറയും. രജിസ്റ്റർ മാരേജ് എന്തിനാ ഓപ്റ്റ് ചെയ്തതെന്ന് പറയുന്നവരും കാണുന്നത് ഒരു പള്ളി വെച്ച് നടത്തരുതോ, അല്ലെങ്കിൽ വേറെ അവരുടേതായ സിസ്റ്റത്തിൽ നടത്താൻ എന്താന്ന് പറഞ്ഞ് കുറ്റം. അതുകൊണ്ട് ആരും അങ്ങനെ അറിയണ്ടെന്നുള്ള രീതിയിലായിരുന്നു അവർ ആ വീട്ടിലെ 4 വ്യക്തികൾക്കും അവർക്ക് എക്കാലത്തേക്കുമുള്ളൊരു സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാൻ ഇവരുടെ ആ ഒരു ഡിസിഷൻ കണ്ടവർക്ക് സാധിച്ചു എന്നുള്ളത്. അതായത് ഷെഡ് എന്ന് പറയുന്നത് വെറും ഒരു തൊഴുത്ത് പോലുള്ള ഒരു ഷെഡാണ്. അതിനകത്തൊന്നും ഒരു സംവിധാനങ്ങളും ഇല്ല. മഴ പെയ്താൽ മൊത്തം വെള്ളവും അതിനകത്ത് വീഴും, വാതിലോ അങ്ങനെയുള്ള ഒന്നും ഇല്ലാത്തൊരു രീതിയിൽ കിടന്നിരുന്ന ആൾക്കാരാണ്. അതല്ല, അയാൾക്കാണെങ്കിൽ അസുഖമാണ്. അയാൾ എനിക്കൊന്ന് ബ്രെയിൻ ട്യൂമറോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, എന്തോ അസുഖമായേക്ക്. പിന്നെ ഷുഗറും പിന്നെ ഹാർട്ടിന്റെ പ്രശ്നം, ആകെപ്പാടെ ഒത്തിരി കാര്യം അതിൽ അയാൾ ചികിത്സ വിധേയനായിട്ടിരിക്കുന്ന ഒരു ആളാണ് ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആള്. ഭാര്യയ്ക്കും വലിയ ആരോഗ്യമൊന്നും ഉള്ള ഒരാളല്ല. ഒരു കൊച്ചു സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട്, മൂത്തൊരു പയ്യനുണ്ട്. അവനെനിക്കൊന്ന് കല്യാണം കഴിച്ച് വേറെ താമസിക്കുക. പിന്നെ ഇയാളുടെ അമ്മയുണ്ട് പ്രായമായ. ഇത്രയും പേരാണ് ആ കുടിലിൽ കഴിയുന്നത്. ഈ സമൂഹത്തിന് വലിയൊരു മാതൃക കൂടിയായിരിക്കുകയാണ്. മകൻ പറഞ്ഞു, അതുപോലെ തന്നെ അവർക്കും ആഗ്രഹമുണ്ടായിരുന്നു. അത് കൃത്യമായി അവർ നടപ്പിലാക്കി 5,80,000 രൂപ കൈമാറി ആ പാവപ്പെട്ട കുടുംബത്തിന് ഒരു വീട് നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.